ഫ്യൂ, എഫ്യൂ. ഈ രണ്ട് വേർഡുകളും പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം, എന്താണ് ഇതിൻ്റെ ആക്ച്വൽ മീനിങ് എന്നുള്ളത് ഈ വീഡിയോ നമ്മൾ പറയാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ഈ ഒരു ബൗളിൽ നമുക്ക് ആക്ച്വലി കുറച്ച് പേപ്പർ ബോൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, വളരെ നെഗറ്റീവായിട്ട് നമുക്ക് പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഫ്യൂ. നമുക്ക് പറയാം, ഐ ഹാവ് ഫ്യൂ പേപ്പേഴ്സ് ഇൻ ദിസ് ബൗൾ. എങ്ങനെ? ഐ ഹാവ് ഫ്യൂ പേപ്പേഴ്സ് ഇൻ ദിസ് ബൗൾ. എനിക്ക് ആകെ കുറച്ച് പേപ്പേഴ്സ് മാത്രമേ ഈ ഒരു ബൗളിലുള്ളൂ. നെഗറ്റീവാണ്, എനിക്ക് കുറച്ചേ ഉള്ളൂ. ഇനി നമ്മൾ എഫ്യൂ പറയുന്ന സമയത്ത് ആക്ച്വലി പോസിറ്റീവാണ്. എനിക്ക് കുറേ പേപ്പേഴ്സ് ഉണ്ട്, കുറച്ചാണെങ്കിലും എനിക്ക് ധാരാളം ഉണ്ട് എന്ന് പറയുന്നതിനാണ് എഫ്യൂ എന്ന് പറയുക. ഐ ഹാവ് എ ഫ്യൂ പേപ്പേഴ്സ് ഇൻ ദിസ് ബൗൾ. എനിക്ക് കുറച്ച് പേപ്പേഴ്സ് എന്തുണ്ട്, ഉണ്ട്. ആക്ച്വലി ഇത് പോസിറ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഫ്യൂവും അതുപോലെ തന്നെ ഫ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇതുപോലെ ധാരാളം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണെങ്കിൽ ഇനി വരുന്ന ക്രിസ്മസ് എക്സാം അടിപൊളിയായിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു യോദ്ധ ബാച്ച്. എന്താണ് ആക്ച്വലി യോദ്ധ ബാച്ച്? നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളുമായിട്ട് ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന കംപ്ലീറ്റ് ക്ലാസ്സുകളും അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന കേരളത്തിലെ നമ്പർ 1 ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പാരന്റ് ആപ്പും അതുപോലെ നിങ്ങൾക്ക് എക്സാമുകളും അതുപോലെ യൂണിറ്റ് ടെസ്റ്റുകളും തുടങ്ങിയിട്ട് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു യോദ്ധ ബാച്ചിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനിയും നമ്മുടെ യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് 8ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമും ആനുവൽ എക്സാമും സെറ്റാക്കാം.